ഹായ്, നമ്മൾ ലാസ്റ്റ് തിയറം പഠിക്കാൻ പോവാണ്. തിയറം 17.5. അത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക പുസ്തകത്തിൽ. ഞാൻ എന്നാലും പറയാം അതിൻ്റെ മീനിങ് എന്ന് വെച്ചിട്ടുള്ളൂ. ഒരു കോമ്പാക്റ്റ് ലീനിയർ ഓപ്പറേറ്റർ ഓക്കെ നമ്മളിൽ ഒരു കോമ്പാക്റ്റ് ലീനിയർ ഓപ്പറേറ്റർ എഫ് എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു വൈ എന്നിരിക്കട്ടെ. ഓക്കെ, അത് വീക്ക് കൺവെർജൻസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നോം കൺവെർജൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പറയാൻ മനസ്സിലായോ? അതായത് നിങ്ങളുടെ കയ്യിൽ എഫ് എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് ലീനിയർ ഓപ്പറേറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ എക്സിൻ്റെ അകത്ത് എക്സ് എൻ എന്ന് പറയുന്ന ആ സീക്വൻസ് വീക്ക്ലി കൺവെർജസ് ടു എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എൻ ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് എൻ കൺവെർജസ് ടു എഫ് എക്സ്. ഇത് നോം കൺവെർജൻസാണ്. ഓക്കെ, ഇതെന്ത് കൺവെർജൻസാണ്? വീക്ക് കൺവെർജൻസാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എക്സിലുള്ള വീക്ക് കൺവെർജൻസിനെ വൈയിലുള്ള നോം കൺവെർജൻസായിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതാണ്. അപ്പോൾ കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. എന്താണ്? എക്സിലുള്ള വീക്ക് കൺവെർജിനെ വൈയിലുള്ള നോം കൺവെർജൻസായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാം, പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ഐഡിയാസ് നമുക്ക് പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പം എക്സ് എൻ കൺവെർജസ് ടു എക്സ് വീക്ക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? വിച്ച് മീൻസ് എക്സ് ഡാഷ് എക്സ് എൻ കൺവെർജസ് ടു എക്സ് ഡാഷ് എക്സ് ഫോർ എവരി എക്സ് ഡാഷ് ബിലോങ്സ് ടു എക്സ് ഡാഷ്. അപ്പോൾ ഇതാണ് വീക്ക് കൺവെർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോം കൺവെർജൻസ് എന്താണെന്ന് അറിയാലോ? നമ്മുടെ ഇപ്പം ഇങ്ങനെ ഈ കൺവെർജൻസ് ഇതാണ് നോം കൺവെർജൻസ്. അവിടെ അത് നിങ്ങൾക്കറിയാം. പിന്നെ കോമ്പാക്റ്റിൻ്റെ സീക്വൻഷ്യൽ ഡെഫിനിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ് എൻ ഒരു ബൗണ്ടഡ് സീക്വൻസ് ഇൻ എക്സ് ആണെങ്കിൽ കോമ്പാക്ട്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് എൻ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഒരു സബ് സീക്വൻസ് എക്സ് എൻ ജെ കണ്ടെത്താൻ പറ്റും. എന്ത്? എഫ് ഓഫ് എക്സ് എൻ ജെ കൺവെർജസ് ഇൻ വൈ. അപ്പോൾ അതാണ് കോമ്പാക്റ്റിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാം, ആക്ച്വൽ പ്രൂഫ്. ഓക്കെ, അപ്പം പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ എഫ് എന്താണെന്ന്. എഫ് കോമ്പാക്റ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എഫ് കോമ്പാക്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി പിന്നെ നമുക്കറിയാവുന്ന കാര്യം എക്സ് എൻ കൺവെർജസ് ടു എക്സ് വീക്ക്ലി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി നോക്കിയാൽ മതി, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 15.1 നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു സീക്വൻസ് വീക്ക്ലി കൺവെർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് എക്സ് എൻ എന്തായിരിക്കും? ഓൾവേസ് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഓൾവേസ് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. അതായത് നമുക്കൊരു എം കണ്ടെത്താൻ പറ്റും. എങ്ങനെ? നോം എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ എവരി എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മുടെ എയിം എന്താണ്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് എൻ കൺവെർജസ് ടു എഫ് ഓഫ് എക്സ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ഇതിൻ്റെ പ്രൂഫ് പോകുന്നത്. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫോൾസായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എൻ എങ്ങോട്ട് കൺവെർജ് ചെയ്യുന്നില്ല? എഫ് ഓഫ് എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സീക്വൻസ് എഫ് എക്സിൽ കൺവെർജ് ചെയ്യാതെ എന്തുകൊണ്ടായിരിക്കും? അതിനൊരു ഒരു എപ്സിലോൺ എക്സിസ്റ്റ്, ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ എക്സ് എന്നിൻ്റെ ഒരു സബ്സീക്വൻസ് എക്സ് എൻ ജെ കണ്ടെത്താൻ പറ്റും. എന്താ കുഴപ്പം? കൺവെർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോം എഫ് ഓഫ് എക്സ് എൻ ജെ ഈ ഡിസ്റ്റൻസ് എപ്പോഴും സം എപ്സിലോണിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും ഫോർ എവരി ജെ. അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് സീക്വൻസ് എന്ത് ചെയ്യാത്തത്? കൺവെർജ് ചെയ്യാത്തത്. അപ്പം എഫ് ഓഫ് എക്സ് എൻ ജെയും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾവേസ് ഈ എപ്സിലോണിനേക്കാളും എന്താണ്? കൂടുതലായിരിക്കും. അതുകൊണ്ടാണല്ലോ കൺവെർജൻസ് നടക്കാത്തത്. അപ്പം ഇനി നോക്കുക, നമ്മുടെ എക്സ് എൻ ജെ എന്ന് പറയുന്ന ആളൊരു ബൗണ്ടഡ് സീക്വൻസാണ്. കാരണം എക്സ് എന്നിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് ആക്ച്വലി എക്സ് എൻ ജെ. എക്സ് എൻ ബൗണ്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര് ബൗണ്ടഡ് ആയിരിക്കും? ക്ലിയർലി
നമുക്ക് ഈ എടുത്തിരിക്കുന്ന എക്സ് ആൻഡ് ജെയും ഒരു ബൗണ്ടഡ് സീക്വൻസ് ഇൻ എക്സ് ആണ്. ഇനി എഫ് കോമ്പാക്റ്റ് ആണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന ആൾ എന്താണ്? കോമ്പാക്റ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഫ് ഓഫ് എക്സ് ആൻഡ് ജെ എന്ന് പറയുന്ന സീക്വൻസിന് എന്ത് കണ്ടെത്താൻ പറ്റും? ഇയാൾക്കൊരു സബ് സീക്വൻസ് കണ്ടെത്താൻ പറ്റും. നമുക്ക് ആ സബ് സീക്വൻസിനെ ഒരു എഫ് ഓഫ് ഇസഡ് ജെ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നാച്ചുറലി ഇസഡ് ജെ എന്ന് പറയുന്ന ആരുടെ സബ് സീക്വൻസ് ആയിരിക്കും? എക്സ് ആൻഡ് ജെയുടെ സബ് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഈ സബ് സീക്വൻസ് എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ട് കൺവേർജ് ചെയ്തിരിക്കും? ഒരു വൈയിലേക്ക് കൺവേർജ് ചെയ്തിരിക്കും. ഇത് നമ്മുടെ കോമ്പാക്റ്റിൻ്റെ ഡെഫിനിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ എഴുതാൻ സാധിക്കാൻ കാരണം എന്താണ്? എഫ് കോമ്പാക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ എഫ് ഓഫ് ഇസഡ് ജെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് എഫ് ഓഫ് എക്സ് ആൻഡ് ജെയും എഫ് ഓഫ് എക്സ് നമ്മൾ ഡിസ്റ്റൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആണ്. ഈ എഫ് ഓഫ് എക്സ് ആൻഡ് ജെയുടെ ഒരു സബ് സീക്വൻസ് ആണ് ആര്? എഫ് ഓഫ് ഇസഡ് ജെ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് ഇസഡ് ജെയും അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് ജെയും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾവേസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആണ്. ഇതിൽ എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്? വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ വൈയും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആരേക്കാളും വലുതായിരിക്കും? എപ്സിലോണിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, ബിക്കോസ് എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്? വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പം ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ വൈ ഒരു കാരണവശാലും എന്താകത്തില്ല? എഫ് ഓഫ് എക്സ് ആകത്തില്ല. ദിസ് ഇസ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അതുകൊണ്ട് വൈ ഒരു കാരണവശാലും എന്താകത്തില്ല? എഫ് ഓഫ് എക്സ് ആകത്തില്ല. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ വീക്ക് കൺവെർജൻസ് എന്ന് പറയുന്ന കാര്യം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പ്രൂഫിൽ. നമുക്കതൊന്ന് ഉപയോഗിക്കാം. നമ്മുടെ ഇസഡ് ജെ, ഓക്കെ, ഇസഡ് ജെ എന്ന് പറയുന്ന സീക്വൻസ് ആരുടെ സബ് സീക്വൻസ് ആയിരുന്നു? എക്സ് എൻ ജെയുടെ സബ് സീക്വൻസ് ആയിരുന്നു. പക്ഷേ എക്സ് എൻ ജെ എന്ന് പറയുന്ന ആരുടെ സബ് സീക്വൻസാ? എക്സ് എന്നിൻ്റെ സബ് സീക്വൻസാ. ഓക്കെ, അതുകൊണ്ട് ഈ ഇസഡ് ജെ എന്ന് പറയുന്ന ആൾ ആരുടെ സബ് സീക്വൻസ് ആണ്? നമ്മുടെ എക്സ് എന്നിൻ്റെ സബ് സീക്വൻസ് ആണ്. നമ്മൾ എന്താ പറയുന്നത്? എക്സ് എൻ എക്സിലേക്ക് എങ്ങനെ കൺവേർജ് ചെയ്യുന്നു? വീക്ക്ലി കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സബ് സീക്വൻസായ ഇസഡ് ജെയും എക്സിലേക്ക് എങ്ങനെ കൺവേർജ് ചെയ്തേ പറ്റത്തുള്ളൂ? വീക്ക്ലി കൺവേർജ് ചെയ്തേ പറ്റത്തുള്ളൂ. ഷുവർ ആണല്ലോ. ഇനി നമ്മൾ ഒരു ആർബിട്രറി ആയിട്ടൊരു ലീനിയർ ഫംഗ്ഷണൽ വൈയിൽ ചൂസ് ചെയ്തു. ഓക്കെ, നമുക്കറിയാം വൈ ഡാഷിന് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമുക്ക് ഒരു കോമ്പോസിഷൻ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കോമ്പോസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എഫ് വർക്ക് ചെയ്യുന്നത് എക്സിൽ നിന്നും വൈയിലേക്ക്, എഫ് വർക്ക് ചെയ്യുന്നത് എക്സിൽ നിന്നും വൈയിലേക്ക്. അത് കഴിഞ്ഞ് വൈ ഡാഷ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് കെയിലേക്ക്, ഫീൽഡിലേക്ക് പോകും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള മാപ്പാണ്? എക്സിൽ നിന്നും കെയിലേക്കുള്ള മാപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബേസിക്കലി എവിടുത്തെ എലമെൻ്റ് ആണ്? എക്സ് ഡാഷിലെ എലമെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ആൾ എക്സ് ഡാഷിലെ എലമെൻ്റ് ആണ്. ഞാൻ മുകളിൽ പറഞ്ഞു ഇസഡ് ജെ എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു? എക്സിലേക്ക് വീക്ക്ലി കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇയാൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു? വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, കണ്ടിന്യൂറ്റി പ്രകാരം എഴുതിയതാണ് അത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് വേണമെങ്കിൽ വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് ഇസഡ് ജെ അല്ലേ കൺവേർജസ് ടു വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കുറച്ചുകൂടെ എഴുതാം. ഓക്കെ, ബട്ട് വി ഓൾസോ നോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ട് പോകുന്നു നമ്മൾ പറയുന്നുണ്ട്. എഫ് ഓഫ് ഇസഡ് ജെ ഇവിടെ പറയുന്നുണ്ട്. എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ട് പോകുന്നു നമ്മൾ പറയുന്നുണ്ട്? വൈയിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ജെ വൈയിലോട്ട് പോകുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ട് പോകുന്നു? വൈയിലേക്ക് പോകുന്നു. അത് നോൺ കൺവേർജൻസാണ്. ഓക്കെ, ഇത് നോൺ കൺവേർജൻസാണ്. ഓക്കെ, വൈ ഡാഷ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, വൈ ഡാഷ് കണ്ടിന്യൂസും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് ഇസഡ് ജെ കൺവേർജസ് ടു വൈ ഡാഷ് ഓഫ് വൈ.
ആണ്. നമ്മൾ മുകളിൽ പറയുന്നുണ്ട് ഈ വൈ ഡാഷ് എഫ് ഓഫ് ഇസഡ് ജെ എങ്ങോട്ടാണ് കൺവെർജ് ചെയ്യുന്നത്? വൈ ഡാഷ് എഫ് ഓഫ് എക്സിലേക്കാണ് കൺവെർജ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം പറയുന്നത് വൈ ഡാഷ് വൈയിലേക്കാണ് കൺവെർജ് ചെയ്യുന്നത്. പക്ഷേ ലിമിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് യുണീക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ലിമിറ്റും എന്തായേ പറ്റത്തുള്ളൂ? ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. സോ ലിമിറ്റ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഡാഷ് ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാം. ഫോർ എവരി നമ്മൾ ആർബിട്രേറ്റ് എടുത്ത് വൈ ഡാഷ് ഫോർ എവരി വൈ ഡാഷ് എലിമെൻറ്റ് ഓഫ് വൈ ഡാഷ്. ഇനി നിങ്ങൾ പുസ്തകം നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 7.10 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മറ്റേ ഹാൻഡ്-ബാക്ക് എക്സ്റ്റൻഷൻ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് ഒരു സാധനം നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി കാണാം. ഒരു നോമേ ഈക്വൽ ടു സുപ്രീം മോഡ് എഫ് ഓഫ് എ എന്നൊക്കെ പറഞ്ഞൊരു സാധനം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാ മോഡ് എഫ് ഓഫ് എയുടെ വിലയും 0 ആണെങ്കിൽ എയുടെ വില 0 ആണെന്നൊക്കെ പറഞ്ഞൊരു ഐഡിയ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി ജസ്റ്റ്. എന്തായാലും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിച്ചാൽ ഫോർ എവരി വൈ ഡാഷിന് വൈ ഡാഷ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഡാഷ് വൈ ആയിക്കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായി തീരും? വൈ ആയി തീരും. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആയി നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചേരും. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് ഏർലിയർ കിട്ടിയിരുന്നത്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ ദിസ് കോൺട്രഡിക്ഷൻ പ്രൂവ്സ് ദാറ്റ് അവർ അസംഷൻ വാസ് ഫോൾസ്. അവരുടെ അസംഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്ത എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതായിരുന്നു നമ്മുടെ അസംഷൻ. സോ നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? സോ ഡെഫിനറ്റ് ആയിട്ടും എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ഇൻ വൈ. ഇത് നമ്മുടെ നോം കൺവേർജൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 17.5 എ പാർട്ട് എന്ന് പറയുന്നത്.